ഇറങ്ങി പോയ കറങ്ങി നമ്മൾ സംശയിച്ചെങ്കിൽ ഇറങ്ങി ഓറഞ്ച് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല കാട്ടിൽ വിളഞ്ഞ ഓറഞ്ച് തന്നെയാണ്, നാടൻ ഓറഞ്ച്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പനാട് ഹിൽസിലാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ അമ്പനാട് ഹിൽസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, വളരെ ഉയരം കൂടിയ സ്ഥലമാണ്, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. തേയില കൃഷി നടത്തിയിരുന്ന സ്ഥലമാണ്. ഇപ്പം വിളവെടുപ്പൊക്കെ താഴോട്ടാണുള്ളത്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊന്നുമില്ല. ഇതിപ്പോൾ ഹൈ റേഞ്ച് ആയതുകൊണ്ട് തന്നെ തണുപ്പിന് കുറവൊന്നുമില്ല. പിന്നെ പുനലൂരിൽ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞിട്ട് കഴുതിരുട്ടിയിൽ നിന്ന് 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് അമ്പനാട് ഹിൽസിലെത്താം. ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്ത് മുകളിലോട്ട് വരാൻ പറ്റും. ബൈക്കൊക്കെ ആണെങ്കിൽ ഒരുവിധം 2 പേര് 3 പേരൊന്നും വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. 2 പേര് ഒരു ബൈക്കിനകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റായിട്ട് കയറി പോരാം. ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാം. പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നമുക്ക് ആ വ്യൂ പോയിൻ്റ് ഒന്ന് കാണാം. വാ. ഹായ് ഫ്രണ്ട്സ്, കൊല്ലം ജില്ലയിലെ മൂന്നാർ എന്നൊക്കെ അറിയപ്പെടുന്ന അമ്പനാട് ഹിൽസ് കൊല്ലം ജില്ലയിൽ തേയില കൃഷി നടത്തുന്ന ഒരേ ഒരു സ്ഥലമാണ്. സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി ഉയരത്തിലാണിതെന്ന് അറിയത്തില്ല, പക്ഷേ നല്ല ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ചെറിയ എയർപിന്നുകൾ കയറിയാൽ മാത്രമേ നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 5:30 മണിയായിട്ടുണ്ടായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കാനുള്ള ലൈറ്റില്ല. നല്ല കോട ഇറങ്ങിയിട്ട് നമുക്ക് വേണ്ടത്ര ലൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. തേയില കൃഷി കൂടാതെ ഗ്രാമ്പു, ജാതി, സപ്പോർട്ട, തേക്ക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൃഷികളും ഇവിടെ നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെ കൃഷിയായിട്ട് ചെയ്യുന്നതല്ലെങ്കിലും നല്ല ഓറഞ്ച് മരങ്ങളുണ്ട്. നല്ല നാടൻ ഓറഞ്ച് നമുക്കിവിടെ വന്നാൽ പറിച്ച് തിന്നാൻ പറ്റും. ഒരു ചെറിയ മൂന്നാറിനെയോ ഊട്ടിയോ ഒക്കെ അനുസ്മരിക്കുന്ന തരത്തിലുള്ള ദൃശ്യഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണിത്. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിന് ശേഷവും നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങളും നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റും. നമുക്ക് കയറി വരാനായിട്ട് ചെറിയൊരു ഫീസ് കൊടുത്താലേ ഗേറ്റ് വിടത്തുള്ളവർ. ബൈക്കാണെങ്കിൽ 100 രൂപ, കാറാണെങ്കിൽ 500 രൂപയാണ് പറയുന്നത്. പിന്നെ 2-3 ബൈക്കൊക്കെ ഒരുമിച്ച് വരുവാണെങ്കിൽ ഒരു ബൈക്കിൻ്റെ പൈസയൊക്കെ ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ക്യാമറ വെച്ചിട്ടുണ്ട്, കമ്പനി ക്യാമറ വെച്ചതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ജോലിക്കാർ പറയുന്നത്. ബൈക്ക് നമ്മൾ കൂടെ വന്ന പയ്യന്മാരൊക്കെ അവിടെ ബൈക്ക് വെച്ചിട്ട് നടന്നു പോയിട്ടുണ്ട്. അവന്മാർ പൈസ ലാഭിക്കാൻ വേണ്ടി ഒരു ബൈക്ക് താഴെ വെച്ചിട്ട് ട്രിപ്പിൾസ് അടിച്ച് വന്നതാണ്. ഇപ്പോൾ അതിൽ ലാഭമായി, വണ്ടി അവിടെ വെച്ചിട്ട് നടന്നാണ് പോയേക്കുന്നത്. ഈ ഒരു ഭാഗം നമ്മുടെ അമ്പനാട് ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗമാണ്. ഇവിടെ ഇഷ്ടംപോലെ ഓറഞ്ച് മരങ്ങളുണ്ട്. കർമ്മ പോയിട്ട് നല്ല ഓറഞ്ച് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല കാട്ടിൽ വിളഞ്ഞ ഓറഞ്ച് തന്നെയാണ്, നാടൻ ഓറഞ്ച്. അമ്പനാട് ഹിൽസിൽ നിന്നും ഓറഞ്ചുമായി വന്നിരിക്കുന്ന പാട്ടി കണക്കുന്ന കർമ്മ ഇടി അത് പോയി. ഈ ഒരു ഭാഗം നമ്മുടെ കാടിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ വന്യജീവികൾ, പ്രത്യേകിച്ച് ആന ഇറങ്ങാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ അധികം നേരം നിൽക്കുന്നത് നമുക്ക് റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. ഓറഞ്ച് മരം അതിൽ നിന്നാണ് കർമ്മ ഓറഞ്ച് പറിച്ചുകൊണ്ട് വന്നത്. കർമ്മയുടെ ഓറഞ്ച്, നാടൻ ഓറഞ്ച്. വെള്ളം കുടിക്കുന്നു. അമ്പനാട് ഹിൽസിലെ പ്രധാനമായിട്ടുള്ള 3 കുളങ്ങളിൽ ഒരെണ്ണമാണിത്. ഇത് നമ്മുടെ വന്യജീവികൾ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുളമാണ്. കുളത്തിനോട് ചേർന്ന് തന്നെ ആന, കാട്ടുപോത്ത് തുടങ്ങിയ വിവിധതരം ജീവികളുടെ കാൽപ്പാടുകളും കാണാനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2ാമത്തെ വ്യൂ പോയിന്റിലാണ്. ആദ്യത്തിൽ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ താഴോട്ട് വരുമ്പോൾ 2ാമത്തെ വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തേയില പ്രോസസ്സിങ് ഫാക്ടറി ഒക്കെ കാണാൻ പറ്റും വളരെ അടുത്തായിട്ട്. പിന്നെ തേയില പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. തണുപ്പ് കൂടി വരുന്നു, കോടയുടെ അളവും കൂടി വരുന്നത് നമുക്ക് കാണാം. ദൂരമുള്ള സീനറിയൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. സൂര്യ അസ്തമിച്ചതുകൊണ്ട് മാത്രമല്ല, കോട കൂടി വരുന്നതും കൂടിയാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴേ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ എത്താൻ ഒരുപാട് താമസിക്കും. അപ്പോൾ നമുക്ക് തിരിച്ചു പോയാലോ? അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.